ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് വന്ന പ്രശ്നം കാറ്റഗറി നമ്പർ തെറ്റിച്ച് അപേക്ഷ കൊടുത്തു എന്നുള്ളതാണ്. 616 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ പ്രകാരമാണ് നമ്മുടെ ഓപ്പൺ കാറ്റഗറി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ 617 എക്സ് സർവീസ് ആൻഡ് ജവാൻ കോട്ടയിലാണ്. നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയതിനു ശേഷം അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഇത് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയണമെന്നില്ല. നിങ്ങൾ കൃത്യമായി കാറ്റഗറി നമ്പർ പറഞ്ഞു കൊടുക്കുക, അതിൽ അപേക്ഷ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ബൈ ട്രാൻസ്ഫറുകാർക്ക് 618 ആണ് കാറ്റഗറി നമ്പർ. കാറ്റഗറി നമ്പർ ഒരു കാരണവശാലും നിങ്ങൾ മാറ്റിക്കളയരുത്. സഹകാരി എക്സ്പ്രസിന്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബാച്ച് ഈ ഫസ്റ്റ് വീക്ക് ജനുവരി ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2019 നോട്ടിഫിക്കേഷനിലെ എല്ലാ ജില്ലകളിലെയും ഭൂരിഭാഗം റാങ്കുകളും തൂത്തുവാരിയ, അതുപോലെ കേരള ബോർഡ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സ്റ്റേറ്റ് വൈഡ് 1, 2, 3 റാങ്ക് അടക്കം ആദ്യ റാങ്കുകൾ എല്ലാം സ്വന്തമാക്കിയ സഹകാരി എക്സ്പ്രസിന്റെ കോഴ്സ് സ്ട്രാറ്റജിയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങളുടെ പേരും ജില്ലയും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന കോഡും കൂടി താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നിലവിൽ സഹകാരിയുടെ ഗ്രൂപ്പിലുള്ളവർ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യണമെന്നില്ല. ഒപ്പം തിരുവനന്തപുരം തമ്പാനൂരിൽ ആരംഭിക്കുന്ന സഹകാരിയുടെ ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ചൊക്കെ അറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഓഫ്ലൈൻ എന്ന കോഡാണ് വാട്സ്ആപ്പ് മെസ്സേജിൽ അയക്കേണ്ടത്. പരീക്ഷാ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ വേണ്ടത് കൃത്യമായ മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ തുടക്കം കുറിക്കാൻ വേണ്ടി സഹകാരിയുടെ ഓൺലൈൻ വെബിനാറിൽ പങ്കെടുത്ത് നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി താഴെയുള്ള ഫോം ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാനോ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം.